നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പം ഞാനുണ്ട്, മിഥുനുണ്ട്. ഇന്ത്യൻ യുവജനത ന്യൂഡൽഹിയിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നു. മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതൊക്കെ ഇംഗുലും സിന്ദാബാദ് വിളികളും അത്തരത്തിലുള്ള ഇതുകളും ബംഗാൾ, ത്രിപുര, കേരളം അവിടെ കമ്മ്യൂണിസത്തിൻ്റെ പ്രസൻസ് മൂലം കണ്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരുപക്ഷെ ഈ വക സംസ്ഥാനങ്ങളിൽ അല്ലാതെ തന്നെ ഇന്ത്യയിൽ അവരുടെ ഇത് നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം 70കളും 80കളും 60കളും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് അതിൻ്റെതായ ബാഹ്യശക്തികളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് കോക്രോച്ച് ജനത പാർട്ടി എന്ന് പറഞ്ഞത് അത്രയും അധികമുള്ള ഒരു വിവേകത്തോടു കൂടിയാണോ ഈ ഒരു പാർട്ടി അവിടെ നമ്മളൊരു സാധാരണക്കാരൻ കേരളത്തിലെ ഗ്രാമത്തിൽ, ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. അപ്പൊ കേരളത്തിലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലിൽ നിന്നും കാണുന്ന ഇത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന ഇത്. അവിടെ തന്നെ വേർതിരിഞ്ഞ് സംഘമിത്രങ്ങള്, പ്രസംഗികള്, സുഡാപ്പികള്, അതല്ലെങ്കിൽ കൊങ്ങികള്, കമ്മികള്, BJP സംഘികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടേതായ വീഡിയോസ് ഉണ്ടാക്കി വിടുന്നു. അപ്പൊ നമ്മുടെ കൊങ്ങികളും കമ്മികളും അതല്ലെങ്കിൽ സുഡാപ്പികളും അങ്ങനെയുള്ള ടീമുകളൊക്കെ വിടുന്ന വീഡിയോ ആണെങ്കിൽ പിള്ളേരെ തല്ലി ചതയ്ക്കുന്ന വീഡിയോ ആണ് നമുക്കൊരു പക്ഷെ കാണാൻ സാധിക്കുക. എന്നാൽ അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ സംഘികൾ വിടുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക പോലീസ് ജീപ്പ് തല്ലി പൊളിക്കുന്നു, കത്തിക്കുന്നു, പോലീസിനെ തല്ലുന്നു. അപ്പൊ എന്താണ് വാസ്തവം എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ ഞാനും മിഥുനും കൂടിയിട്ട് മിഥുൻ വളരെയധികം ഇതിലാണ്, രോഷാകുലനാണ് മിഥുൻ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വേർതിരിക്കണം സത്യത്തെ. മഹാത്മാഗാന്ധിയുടെ നാടാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ സത്യാന്വേഷണ കഥകൾ എഴുതിയ മഹാത്മാഗാന്ധിയുടെ നാടാണ്. മോഹൻചന്ദ് കരംചാന്ദിയുടെ ഗാന്ധിയുടെ നാട്ടിൽ അവിടെ നിന്ന് തന്നെ വന്ന ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ, അമിത് ഷായുടെ നാടാണ്. അപ്പോൾ ആ നാട്ടില് നമ്മൾ 2 വീഡിയോസാണ് കാണുന്നത്. ഒന്ന് പോലീസ് ജീപ്പ് തല്ലി പൊളിക്കുന്നു, കത്തിക്കുന്നു, പൊട്ടിക്കുന്നു, അത് നമുക്ക് വേണ്ടിയിട്ട് സംഘികള് സ്പോൺസർ ചെയ്യുന്നു. ഇപ്പുറത്ത് കൊച്ചുകുട്ടികൾ തലക്കടിക്കുന്നു, ബ്രിട്ടാസ് പോയിട്ട് ഒച്ചുണ്ടാക്കുന്നു, റഹീം അപ്പുറത്ത് ഒച്ചുണ്ടാക്കുന്നു, ബേബി പൊട്ടിത്തെറിക്കുന്നു. അത് അങ്ങനെ മാധ്യമങ്ങളാണെങ്കിൽ അവിടെ നിന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വേറെ രീതിയിൽ. എന്താണ് വാസ്തവം? എവിടെയാണ് ഇതൊക്കെ കത്തിച്ചു വിട്ടത്? CJP ബോസ്റ്റണിൽ, ഇവിടെ ഞങ്ങളുടെ അടുത്തുനിന്നുള്ള ബോസ്റ്റണിലുള്ള ഇതാണ്. അപ്പൊ അവിടെ നിന്ന് ബോസ്റ്റണിൽ നിന്നുള്ള ഒരു പയ്യൻ, എന്നിട്ടാണ് അവന്റെ പേര്, അഭിഷേക് ദിപ്കെ എന്ന് പറഞ്ഞ അവൻ ചെറിയ വംശജൻ എന്ന പേരിലാണ് അവൻ പേരെടുത്തിരിക്കുന്നത്. അവൻ എല്ലാവരും കൊണ്ടുവന്ന് അവനിപ്പോ നേതാവണം എന്നുള്ളതാണ്, അവനാണ് അടുത്ത ഇത്. അതിനിടയിലേക്ക് കെ.സിയും രാഹുൽ ഗാന്ധിയും VD സതീശനും DK ശിവകുമാറും ഇറങ്ങി വന്നിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മോഹൻലാലിന്റെ, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഏറ്റവും ഭക്തനായ മോഹൻലാലിന്റെ മകൾ വിസ്മയ, അവളൊരു ആ പെൺകുട്ടി ആദ്യമായിട്ട് ഒരു പടം ഉണ്ടാക്കാണ്. അതിനു വേണ്ടിയിട്ട് പാറ്റക്കാരെ കൂട്ടുപിടിക്കാനാണോ എന്ന് ഇതുണ്ടാക്കാന്ന് കരുതിയത്. പിന്നെ എൻ്റെ ഒരു അയൽ നാട്ടുകാരൻ, ഇരിഞ്ഞാലക്കുടക്കാരൻ ടൊവിനോ തോമസ് ഇറങ്ങിയിരിക്കുന്നു. രഞ്ജിനി ഹരിദാസ് അവിടെ ഉണ്ട്, അവളാണ് എല്ലാം ഇത് ചെയ്യുന്ന ആള്. എന്താണ് വാസ്തവം എന്നാണ് ഞാനും മിഥുനും ഇവിടെ വിലയിരുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 2 ഭാഗത്ത് പറഞ്ഞു, 2 വീഡിയോസ് നമ്മൾ കണ്ടിട്ട് എവിടെ നിന്ന് പറയും ഇവരാണോ അവരാണോ? അവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്, അവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്. നിങ്ങൾ രാഷ്ട്രീയത്തില് നിങ്ങൾക്ക് നിൽക്കുന്നവരാരാ? എന്തെങ്കിലും കിട്ടുന്നവര്, ഫലം പറ്റുന്നവര്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ആരാ? ഇന്ത്യൻ രാഷ്ട്രീയം 3 ലോക രാഷ്ട്രങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൽ അതാണ് അതിന്റെ ഒരു ശരി. ഇനിയിപ്പോ നമ്മള് രോഷാകുലനായ മിഥുൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സുഹൃത്തെ, താങ്കളുടെ ഇതിനോടുള്ള നിലപാടുകള്, താങ്കൾ എന്താണ് താങ്കൾ രോഷാകുലനാക്കുന്നത്? പോലീസിനെ തുപ്പുന്ന, കേൾക്കുക, സാർ ഒരു പോലീസുകാരനായിരുന്നു അല്ലെ? അതെ. പോലീസിനെ തുപ്പുന്ന വിദ്യാർത്ഥിയുടെ സാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോലീസിനെ മുഖത്ത് നോക്കി തുപ്പുന്ന പോലീസുകാരല്ല, പോലീസിനെ മുഖത്ത് നോക്കി എന്നെ തുപ്പിയിട്ടുണ്ട്, സാർ തുപ്പിയിട്ടുണ്ട്. അത് മറ്റേ കാപ്പികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയുന്നത്. വിദ്യാർത്ഥി സാറും തുപ്പിയിട്ടുണ്ടോ? വിദ്യാർത്ഥികൾ ഇല്ല. തുപ്പല് കിട്ടിയ, അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ തുപ്പിയ
പോലീസുകാർ അവിടെ അടുത്തുണ്ട് ന്യൂയോർക്കില് കൊളംബിയ യൂണിവേഴ്സിറ്റി. സാറിന് ഞാൻ പറഞ്ഞ കാര്യം അറിയാമല്ലേ? അവിടെ കുടില് കെട്ടി സമരം ചെയ്തവരെ ഒഴിവാക്കാൻ, അത് പൊളിപ്പിക്കാൻ ചെന്ന പോലീസുകാരെ തുപ്പിയ വീഡിയോസ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിസ ട്രംപ് നിരോധിക്കുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ വിസ ട്രംപ് മരവിച്ചതിന്റെ കാര്യം അറിയാലോ എന്താണ്. പല വീഡിയോയിൽ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്തുകൊണ്ട് താങ്കൾ പറഞ്ഞ ഈ വിഷയത്തിൽ മാറിപ്പോകണ്ട്. താങ്കൾ പറഞ്ഞ ആ ഒരു വാക്കിൽ പിടിച്ചതാണ്. അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ നിരോധിക്കുന്നത് താങ്കളോ ഞാനോ ബ്രൗൺ സ്കിൻ ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, വെളുത്ത പറക്കാരൻ, കറുത്ത പറക്കാരൻ, ഹിസ്പാനിക്, അങ്ങനെ പലതരത്തിലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നവരുണ്ട്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയാണെങ്കിലും നയിക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ള ബ്രൗൺ സ്കിൻ, നമ്മൾ ചിലപ്പോൾ സ്മാർട്ട് ആയിരിക്കില്ല, ഞാൻ ഇതിനെ പറ്റി പറയുന്നില്ല, ആ ഇന്ത്യക്കാരൻ വേണം. ഞാൻ വ്യക്തമായി താങ്കളുടെ ചിന്താഗതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതികളൊന്നും വെക്കണ്ട. അതായത് ഇന്ത്യക്കാരെ കൊണ്ട് മാത്രം അമേരിക്ക മുന്നോട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ യൂറോപ്പ്. എന്തുകൊണ്ടാണ് സിലിക്കൺ വാലിയിൽ 60% ഇന്ത്യക്കാര് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട്? അതായത് ഒരു ഡിപ്പെൻഡൻസി ഒരു രാജ്യത്തിനും ഒന്നിനും ഇല്ല. ടു വെരി ഫ്രാങ്ക് അബൌട്ട്, ഓക്കെ, അമേരിക്ക ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി ഒന്നുമില്ല ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ല. രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ആരോ അമേരിക്ക ഇപ്പൊ വിദ്യാർത്ഥികളെ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യക്കാരെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല? അമേരിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പഠിക്കാം, പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോലെ എല്ലാ കാര്യവും ഞങ്ങൾ പരിശോധിക്കും. അതിന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ വർഷം മുമ്പ് വരെ നിങ്ങൾ CJP അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി സമരത്തിൽ പങ്കെടുത്തതിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തൊന്നും കാര്യമില്ല. എല്ലാം ഇവിടെ സെർവറിലുണ്ട്, അവിടെ അമേരിക്കൻ സെർവറിലുണ്ട്, അതല്ല ഫേസ്ബുക്ക് സെർവറിലുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾക്ക് അമേരിക്കയിൽ വരാം, താങ്കൾക്ക് ഈ വാല്യുബിൾ അസറ്റ് ടു അമേരിക്ക ഓർ നോട്ട്. ചോദ്യം, അമേരിക്കയ്ക്ക് താങ്കൾ മുതൽക്കൂട്ടാണോ? താങ്കൾക്ക് അമേരിക്കയിൽ വരാം, ശരിയാണോ തെറ്റാണോ? അവിടെ താങ്കൾക്ക് മുതൽക്കൂട്ടാണെങ്കിൽ താങ്കൾ അമേരിക്കനോ പോളിഷോ അല്ലെങ്കിൽ താങ്കൾ എന്തോ ആയിക്കോട്ടെ, ഡസൻ കെയർ അബൌട്ട് ഇൻകം. പക്ഷെ പോലീസ് ചോദ്യം വിട്ടുമാറുന്നില്ല, ഇത് CJP വിഷയമാണല്ലോ. ചോദ്യം എന്ന് പറയുന്നത് പോലീസിനെ തുപ്പുന്ന വിദ്യാർത്ഥികളെ സാറ് നേരിട്ട് കണ്ടിട്ടില്ല. വേറെ ആൾക്കാർ വീഡിയോസ് ഉണ്ടല്ലേ? അത് ടൊവിനോ കാണണം, ഇരിങ്ങാലക്കുടങ്ങൻ ടൊവിനോ കാണണം. അത് തന്റെ സിനിമയ്ക്ക് ടൂൾ കിറ്റിന്റെ ഭാഗമാണ് ടൊവിനോ, പൃഥ്വിരാജ് ഗ്രൂപ്പ്. അവന് അമ്മയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്തന മനുഷ്യരില്ലേ? അമ്മയിൽ എന്തോ ഒരു 10 പേരെ 100-150 പേരേ ഉള്ളൂ. അതിലെ പ്രശ്നം തീർക്കാത്തവനാ രാജ്യത്തിന്റെ പ്രശ്നം തീർക്കാൻ പോകുന്നത്, ശരിയല്ലേ? വൃത്തികെട്ട്. ഞാൻ വീണ്ടും പറയുന്ന സുഹൃത്തുക്കൾ, ഞാൻ പറയാം, നിങ്ങളുടെ കുട്ടികളും വരുന്ന തലമുറയും ജീവിക്കേണ്ട സ്ഥലമാണ് മഹാരാജ്യമായ ഇന്ത്യ. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികൾ എന്ന് ഞാൻ പറയില്ല. കാരണം പൂർണ്ണമായിട്ട് അവനൊരു ടൂൾ കിറ്റുന്ന ഭാഗമാണ്. അവന്റെ വീണ് പോകരുത്. കാരണം പറയുകയാണ്, ഇന്ന് ഇന്ത്യയില് 15 വർഷമായി ഭരിക്കുകയാണ് മോഡി. ഇന്ന് ഇന്ത്യയിൽ ഇപ്പൊ ആകെ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിക്കുന്നത് നീറ്റ് പ്രശ്നം മാത്രമാണ്. അല്ലെ, വേറെ എന്തെങ്കിലും പ്രശ്നം പറയണ്ട സാർ? അല്പം മോഡി വിരോധം, അല്പം BJP വിരോധം. ബാലൻസ് കാണും. അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കാണും. ഇപ്പൊ വെളുത്തു പറഞ്ഞക്കാരനായ വൈറ്റ് സൂപ്പർമിനിസ്റ്റായ ട്രംപ് വന്നിട്ട് നാളെ ഒരു പക്ഷെ എനിക്കും നിനക്കെതിരായിട്ട് പറയാണ്, കാരണം എല്ലാം വെള്ളപ്പറക്കാരൻ മാത്രം മതി എന്ന് പറഞ്ഞാലും, എന്നാൽ ഞാനൊരു ട്രംപ് അനുകൂലിയാണ്, ഞാനൊരു മോഡി അനുകൂലിയാണ്, ഞാനൊരു നെത്തിന്യാഹു അനുകൂലിയാണ്. പക്ഷെ ട്രംപ് വന്ന ആ രാഷ്ട്രീയ ബാലൻസ്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആ ഒരു ബാലൻസ്, ഇടത് വലതിനുള്ള ഇടയിലുള്ള ബാലൻസിലായിരിക്കണം നിന്റെ രാഷ്ട്രീയ നിലകൊള്ളേണ്ടത്. എന്നും കരുതിക്കൊണ്ട് ഞാൻ രാജ്യവിരുദ്ധ ശക്തികൾ അനുകൂലിക്കണോ വേണ്ടിയോ? ഇല്ല, എന്റെ രാജ്യം പ്രതിഷേധിക്കുന്ന രാജ്യവിരുദ്ധികളാണെന്ന് പറയരുത്. ജനാധിപത്യത്തെ പറ്റി ഞാൻ പറയും. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം മാറും. അവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം. എന്താണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്? ശശി അവിടെ നിൽക്കണ്ട്, മലയാളിയായ ശശി. വിഷയത്തിൽ മാറരുത്, വിഷയത്തിൽ മാറുന്നില്ല. ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവില്ല. സാറ് വിഷയം ഇത് CJP ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിനെ കൊണ്ടുവരേണ്ട ആവശ്യം സാറെന്തേ? അതിനല്ലേ ഇപ്പൊ അവിടെ അവനെപ്പെട്ടില്ല ചർച്ച ചെയ്യുന്ന അവിടെ ടൊവിനോ അല്ല ചോദ്യം എന്ന് പറയുന്നത്, സാറ് ഈ വിദ്യാർത്ഥികളുടെ ഈ സമരം നീറ്റ് സമരമാണോ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വിഷയം? ഇന്ത്യക്കാണ് വിഷയം. ചരിത്രത്തിൽ പല പ്രാവശ്യവും ചോദ്യ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്.
ചോദ്യ പേപ്പറുകൾ ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വർഷം ഭരിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു തെറ്റാണോ? അതൊരു വിഷയമല്ല. ഇന്ത്യൻ ഇതനുസരിച്ച് അതൊരു വിഷയമല്ല. അന്വേഷിക്കേണ്ടതുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവര് ജന്തർമന്ത്രിൽ കാണിച്ചു കൂടുന്ന അവിടെ ഞാൻ പറഞ്ഞ അവിടെ അതായത് ഇവർക്ക് ഒരു വിഷയം വേണം. നീറ്റ്, അതായത് ഈ ചെക്കൻ ഇവിടെ ഈ ബോസ്റ്റണിൽ ഉണ്ടായിരുന്ന കുക്കോ അതൊരു ചൈനക്കാരന്റെ പേരുള്ള ടൂൾകിറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് സ്വന്തം സിനിമയ്ക്ക്, അതായത് മൊണ്ണ ടൊവിനോ ഓക്കെ അവന്റെ അണ്ണാക്കിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയാണ്. മൊണ്ണെന്ന് വിളിച്ച് കുഴപ്പമുണ്ടോ? അവര് വന്നിട്ട് ഡൽഹിയിലെ കാര്യങ്ങളെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നമുക്കും പറയാം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിനെ കുറിച്ച് താങ്കൾ കരുതിക്കുട്ടി ഒഴിവാക്കുന്നതാണോ? വിസ്മയ മോഹൻലാൽ തുടക്കം അതിലിപ്പോ ലാലേട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളൊക്കെ കൈവിട്ടു പോയിടൂ. കുട്ടികളെ കൈവിട്ടു പോയി സാറേ. ടൊവിനോട് വേറൊരു ഭാഗം ഞാൻ പറഞ്ഞ താങ്കള് വികാരപരിതനാവില്ല. പറയില്ല. ഒരു 2-3 വർഷം മുമ്പ് പറയൂ സാർ, ഒരു യഹിയ സിൻവാർ എന്ന് പറഞ്ഞ പാലസ്തീനിലെ തീവ്രവാദി ഇവിടെ ഗാസയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരത്തില് ലോകം മുഴുവനും ഷേവ് ഗാസ വന്നു. ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മക്കാ സ്റ്റാറിന്റെ മകൻ അങ്ങ് കേരളത്തിൽ ഇരുന്നിട്ട് പറയാണ് ഷേവ് ഗാസ. അവനും പോടതുണ്ടെന്ന് ഞാൻ പറയും. അവന്റെ ഷേവ് കൊണ്ട് ഷേവ് ചെയ്താണ്ടി അവനുണ്ട്. വേറെ ഒരുത്തിന്റെ AP എന്ന് പറഞ്ഞൊരു വലിയൊരു നടനായിട്ട് ഇപ്പൊ വന്ന ചെക്കനുണ്ടല്ലോ. അപ്പൊ അവനോട് ഇപ്പൊ സംവിധായകർ പറഞ്ഞ മുടി വെട്ടാണ്ട് വന്നോളൂ ഷൂട്ടിങ്ങിന് വേണ്ടിയാന്ന് പറഞ്ഞ പോടതുണ്ടി ഞാൻ മുടി വെട്ടിട്ട് വരുന്ന അവര് രണ്ടാളും അന്ന് ഷെയ്വ് ഗ്യാസാനെ ഏത് വലിയൊരു തീവ്രവാദി ഷെയ്വിനെ ഷെയ്വ് ചെയ്യാൻ ഈ പാലസ്തീൻ തീവ്രവാദികള് ഹമാസിന്റെ തീവ്രവാദികള് കുഴിന്ന് ഇറങ്ങി വരണവന്മാരെ രക്ഷിക്കാനായിട്ട് ഇവരാണ് ഷെയ്വ് ചെയ്യാൻ പോയത്. എന്തിനാ? യഹിയ സിൻവാർ അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് ദോഹയില് ഖത്തറിൽ ചെന്നിട്ട് രക്ഷപ്പെടാണ്ട ദിവസമായിരുന്നു അന്ന്. എന്നിട്ട് സ്ഥലത്തിന്റെ പേര് തെക്കേറ്റത്തുള്ള ഷെയ്വ് ഗാസയിലെ ഷെയ്വ് സോറി കേട്ടോ, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഷെയ്വ് താങ്കൾ ആ സ്ഥലത്തിന്റെ ഗാസയുടെ തെക്കറ്റം ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് തന്നെയാണ് ഇവരുടെ പിന്നിൽ ആരാണ്? ഈ വിസ്മയയുടെ ഇവന്റെ എന്തൊക്കെയാണ് ഇരിഞ്ഞാലക്കുടയിലുള്ള ടൊവിനോ തോമസിന്റെ ഈ മറ്റേ മക്കാ സ്റ്റാറിന്റെ മകൻ മക്കാ സ്റ്റാറിനെ താങ്ങി പിടിച്ച് നടന്നു. മക്കാ സ്റ്റാറിന്റെ മകൻ ഇവരുടെ പിന്നിൽ ആളുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ മിസ്ലീഡ് ചെയ്യിക്കലാണ് ഇവരുടെ ചുമതല. ടൊവിനോ എഞ്ചിനീയറിനെ കുറെ പേര് പോയിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ശക്തിയിൽ കരം പകരുക മാത്രമാണ്. അതായത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നീറ്റല്ല, നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. ഇതിന്റെ തൊഴിലില്ലായ്മ, രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഒരുപാട്. ഇതിന്റെ ആകെത്തുക എന്ന് ഞാൻ പറയട്ടെ, ഒരു പക്ഷേ സംഘികൾക്കെതിരെ നിൽക്കുന്ന പക്ഷം ഇന്ത്യയില് അത് സുഡാപ്പികളും അതല്ലെങ്കിൽ പൊങ്ങികളൊക്കെ പറയണ്ട 56 ഇഞ്ചുള്ളവനെ ഞാൻ സത്യം പറയട്ടെ, നരേന്ദ്രപതി മോദി എന്ന വ്യക്തി ഇതില് ഇറങ്ങുന്നോണ്ട് അദ്ദേഹത്തിന്റെ എന്നിട്ട് റേസ് കോഴ്സ് വസതിയിലിരുന്ന് കണ്ടോ എന്നിട്ട് ഈ പിള്ളേര് കാണിക്കണടാ ഈ ചെക്കന്മാർക്ക് എന്നിട്ട് വേണ്ടതാണ്ടിരുന്നു ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും. ഇറങ്ങാൻ പറ്റുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഷ്ട്രീയപരമായിട്ട്? കാരണം വടക്കേ ഇന്ത്യയിലെ വികാരം മടുത്തിരിക്കുകയാണ് ഈ വക ഈ ഇടതുപക്ഷത്തെ ലിബറൽ ചിന്താഗതി കൊണ്ട്. മോഡിനെ അവിടെ അതിന്റെ ഒരു 4000 രൂപത്തേക്ക് എത്തിക്കാൻ പറ്റും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. അവിടെ അടുത്തെത്തില്ല. ഇനി വ്യക്തിമാർമ ഞാൻ അതിൽ രാഷ്ട്രീയമായിട്ട് വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, LK അദ്വാനി എന്ന് പറഞ്ഞ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. മോഡിയേക്കാളും തീപ്പൊരിയായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് LK അദ്വാനി പറഞ്ഞ വാജ്പേയി വന്ന അധികാരത്തിലിരുന്നു. അടുത്ത മോഡിക്ക് ശേഷം ആര് വരുമെന്നുള്ളൊരു ചോദ്യത്തില് അമിത്ഷായാണോ അതോ മറ്റേ യു പിയിലെ യോഗി ആദിത്യനാഥാണോ എന്നൊക്കെയുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരുപക്ഷെ തീപ്പൊരി ആയി എന്നുള്ളത് കൊണ്ട് രാഷ്ട്രത്തിന്റെ നേതാവായിക്കൊള്ളുന്നില്ല. അത് അദ്വാനി പഠിപ്പിച്ച പാടാണ്. അദ്വാനി വാജ്പേയിക്ക് മേലെയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ സാധിച്ചില്ല. ആഭ്യന്തര ഉപപ്രധാനമന്ത്രി വരെ എത്താനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. അപ്പൊ അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് ഈ ഒരു
ചുക്കാൻ ഏറ്റെടുത്ത് ചെങ്കോലും കൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുമോ? പക്ഷെ മോഡി ഇരിക്കുക അടുത്ത 10 വർഷത്തേക്ക്, ഇപ്പൊ അദ്ദേഹത്തിന് 77 വയസ്സായിരിക്കും, 85 വയസ്സ് വരെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. 56 ഇഞ്ച് പിന്നെ കളിയാക്കുന്നവരോട് കൂടി പറയാം അദ്ദേഹം എനിക്ക് കാശും തന്നിട്ടില്ല കേട്ടോ, അമിത്ഷാ തന്നിട്ടില്ല, ഒരാളും തന്നിട്ടില്ല. ഞാൻ വാങ്ങണില്ല, എനിക്ക് നമുക്ക് പണം വേണ്ട, വാങ്ങുന്ന പല വാസ്തവം തിരിച്ചു പറയും. അത് ട്രംപ് ആയാലും ട്രംപ് വേണം, ട്രംപ് കൈക്കൂലി, ട്രംപ് $400 മില്യൺ ട്രംപ് നാണക്കേടായി പോയി. ഒരു പ്ലെയിൻ എനിക്കല്ലല്ലോ, ഖത്തർ രാജാവ് കൊടുത്ത പ്ലെയിൻ ചുളു വിലക്ക് വാങ്ങിയെടുത്ത് ഫ്രീ കിട്ടിയെന്നറ ഓസിൻ എന്ന് പറഞ്ഞ നാണക്കേടായി പോയി. പക്ഷെ ഞാനൊരു ട്രംപ് അനുകൂലിയാണ്, നെത്തന്യാഹു അനുകൂലിയാണ്, മോഡി അനുകൂലിയാണ്. അപ്പോ മോഡീനെ മാറ്റം എന്നുള്ളൊരു സ്വപ്നം പാർട്ടികൾക്ക് വേണ്ട. ആ പേര് അവര് എഴുതുന്ന പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരുന്നു. വെറുതെ ഇത്തിരി പാർട്ടികള്, വെറുതെ കത്തിത്തീരുന്ന പാർട്ടികൾ താങ്കൾക്ക് അവസാനം ബാലകൃഷ്ണൻ ചേരാനുള്ള CPM എന്നുള്ള പാർട്ടിയുടെ ഉച്ചിഷ്ടവും അമേദ്യവും 3 നേരവും ഉരുട്ടി തിന്നുന്ന ടൊബീനോയ്ക്ക് ഈ പണി ചേരില്ല. അല്ല, അത് കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന, അതായത് കലാ സാംസ്കാരിക രംഗത്ത് നമ്മളിപ്പോ കാലിഫോർണിയയിൽ പോയി കഴിഞ്ഞാല് അവിടെ ഒറ്റൊരുത്തനും പോലും ഈ ലിബറൽ ചിന്താഗതി എന്ന് മറന്നില്ല. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയോടൊന്നും, അതിപ്പോ ഈ ജോർജ് ക്ലൂണി ആണോ അതല്ലെങ്കിൽ ബ്രാഡ് പിറ്റ് ആണോ, ഇവരൊക്കെ ആ സിനിമ ഹോളിവുഡായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് ആഗോള ട്രെൻഡാണ്, അവർക്ക് ഇഷ്ടമായിട്ടല്ല. കാരണം ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വിസ്മയ മോഹൻലാലിന്റെ എന്ത് പറയണേ, ആ സിനിമ അങ്ങോട്ട് രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു 25 വയസ്സുള്ള ഇതിൽ നമ്മളെ പോലെയുള്ളവരല്ല വേണ്ടത്, 25 വയസ്സുള്ള. സാർ പറഞ്ഞ പോയിന്റ് 10 ആളെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ രാജ്യത്ത് ഒറ്റിക്കൊടുക്കരുത്, അത് മോഹൻലാൽ പറഞ്ഞു കൊടുക്കണായിരുന്നു. കേൾക്കില്ല. പിറ്റബായി വളരെ സിമ്പിളായിട്ട് കാര്യം പറയപ്പോ, എനിക്കിപ്പോ അമേരിക്കയിൽ ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം. ഞാൻ ഒരുപാട് കുടുംബങ്ങളിൽ പോകുമ്പോൾ അവരുടെ അപ്പനും അമ്മയും നമ്മൾ പറയുന്ന രാഷ്ട്രീയമായിട്ട് അവർക്ക് അഭിമുഖ്യമുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം മൊത്തത്തിൽ പുറത്ത് പറയുന്നില്ല, നമ്മൾ പരസ്യമായി പറയാത്ത ഒരു രാഷ്ട്രീയം അവർ അംഗീകരിക്കും. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. They don't listen to me because അവർ കൊണ്ടുപോയി പോയി. ലാലേട്ടന്റെ പ്രശ്നം അതാണ്. ലാലേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൈവിട്ട് പോടോ പറഞ്ഞ മനസ്സിലാവും. ഒറ്റപ്പായിക്കത് അവരൊക്കെ വെറും അവനെനിക്ക് അറിഞ്ഞു, ഞാൻ പക്ഷെ വിസ്മയ പറയരുത്. അതെ, വിഷയം കുഴപ്പമില്ല.